ജോയിന്റ് കൗൺസിൽ മലമ്പുഴ മേഖലാ സമ്മേളനം മലമ്പുഴ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി.ഡി. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ജെ. പ്രജോയ് അധ്യക്ഷനായി. ജോയിന്റ് കൗൺസിൽ മലമ്പുഴ മേഖലാ സമ്മേളനം മലമ്പുഴ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി.ഡി. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ജെ. പ്രജോയ് അധ്യക്ഷത വഹിച്ചു. രജനി രക്തസാക്ഷി പ്രമേയവും ടി. ജഗദീഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് എം. എസ്. അനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി എം. ഷാനവാസ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മേഖലാ ട്രഷറർ ജഗദീഷ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ. മനോജ് കുമാർ ആശംസാ പ്രസംഗം നടത്തി. വി. ആർ. വിനോജ് സ്വാഗതവും മോഹൻദാസ് നന്ദിയും പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തലും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ആഴ്ചയിലെ പ്രവൃത്തി ദിനം 5 ദിവസമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വരുന്നതിനാൽ ജീവനക്കാരുടെ അവധി ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കാതെ പരിഗണിക്കണം. അഷൂർ പെൻഷനിൽ ജീവനക്കാരുടെ വിഹിതം ഈടാക്കുന്നത് ഒഴിവാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി ജെ. പ്രജോയ്, രാജീവ് രാജ്, ആർ. രജനി എന്നിവരെ യഥാക്രമം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാരായും ഷാനവാസിനെ സെക്രട്ടറിയായും സുനിൽകുമാർ, വി. ആർ. വിനോജ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും റോഷനയെ ട്രഷററായുമുള്ള 23 അംഗ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ഇവിടെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരുമെല്ലാം ഈ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി SIR ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും രാവിലെ പകലൊന്നും വ്യത്യാസമില്ലാതെ വലിയ ജോലി തിരക്കിന്റെ നടുവിലൂടെയാണ് നമ്മൾ നടത്തുന്നത്. ചില സന്ദർഭങ്ങളിൽ ആ ജോലി തിരക്ക് ഒരു സമ്മർദ്ദത്തിന് വഴിമാറുകയും ചില ജീവനക്കാർക്ക് സമ്മർദ്ദം അതിജീവിക്കുവാനുള്ള കരുത്തില്ലാതെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ ഉൾപ്പെടെ ഉള്ള നടപടികളിലേക്ക് പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരുന്ന ദൗർഭാഗ്യകരമായ വസ്തുതകൾ. അതെല്ലാം നാം ഈ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നത് ആ ജനാധിപത്യ പ്രക്രിയ കുറ്റമറ്റ രീതിയിൽ രാജ്യത്ത് നടപ്പിലാവണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ SIRന്റെ പ്രവർത്തനം എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് കേരളം പോലെ വലിയ വിദ്യാസമ്പന്നതയുടെ നടുവിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം നമുക്കറിയാം, വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഈ പ്രക്രിയയെല്ലാം എങ്ങനെയാണ് നടന്നു പോകുന്നത് എന്ന് നോക്കിക്കാണുമ്പോൾ ഈ ജനാധിപത്യ സംവിധാനം എത്രമാത്രം ദുർബലപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ട ഒരു സാധ്യത